പണ്ട് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ അത് ക്രിഞ്ചായിരിക്കും. ഈ സാധനം ക്രിഞ്ചാണോ? താഴെ പറഞ്ഞ പാട്ട് എഴുതിയിട്ട് ലോകമേ പാത്രം പാത്രം മിഞ്ഞാത്ത ഹൃജ്ഞ ലോപ മിഞ്ഞാത്ത ഹൃജ്ഞ ലോപ. വലിയ കലാകാരിയായിട്ട് പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കുറെയൊക്കെ. വായിക്കാൻ പാടില്ലാത്ത എന്തുകൊണ്ട് തോന്നുന്നു ഞാൻ ഒപ്പിച്ചൊക്കെ വെച്ചേക്കും. ഹേ ഗായ്സ്, വെൽക്കം ടു ബി ഹാപ്പി വിത്ത് ലോകമുദ്ര. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. കുറേ നാൾ മീൻസ് കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ എടുത്ത്. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് ഷോർട്സ് എടുക്കാനുള്ള ടൈം കിട്ടുന്നുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഷോർട്സ് ഇട്ടുകൊണ്ട് വെക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈസ് ദിസ് ക്രിഞ്ച്. നമ്മൾ പണ്ട് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ അത് ക്രിഞ്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ട് ടിക്ടോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കാര്യങ്ങൾ ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് ക്രിഞ്ചായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പണ്ട് ചെയ്ത പല കാര്യങ്ങളും ആ സമയത്ത് ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ സമയത്ത് അത് ചെയ്യുമ്പോൾ ക്രിഞ്ചായിരിക്കും. അതേപോലെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തുടങ്ങിയ ഒരു കുഞ്ഞു സാധനമാണ് ഒരു ഡയറി. ഈ സാധനം ക്രിഞ്ചാണോ? ലെറ്റ്സ് ചെക്ക്. ഈ ഇതിൻ്റെ അകത്ത് പല പല സാധനങ്ങളും കാണും. നമ്മൾ ഈ ജുമാഞ്ചിയൊക്കെ പോലെ പല പല സാധനങ്ങളും കാണും. എന്തൊക്കെ കാണും എനിക്കൊരു പിടുത്തമില്ല. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഡയറി ഉള്ള കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഒത്തിരി നാൾ ഒരു പിടുത്തമില്ലായിരുന്നു. പണ്ട് ഞാൻ യൂട്യൂബിൽ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ എടുത്ത ഒരു ഡയറിയാണ്. ആക്ച്വലി ഇത് 2013 എന്തോ ഡയറിയാണ്. 14 ഒരു ഡയറിയാണ് ഇത്. ആക്ച്വലി ഇതൊക്കെ ഞാൻ വരച്ചതാണ്. പ്രത്യേകിച്ച് പണിയും തരുന്നില്ലാത്ത സമയത്തിരുന്ന്, ഇപ്പോഴല്ലേ, ഇത് നേരത്തെ വരച്ചതാണ്. ഒരു പണിയും തരുന്നില്ലാത്ത സമയത്തിരുന്ന് വരച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഐ റൈറ്റ് ഡേസ് ഡോണ്ട് ഓപ്പൺ ഇറ്റ്, ഇറ്റ്സ് പേഴ്സണൽ. എന്തിനാണ് എഴുതിയെന്ന് എനിക്കും അറിയില്ല. ഇതിൻ്റെ അകത്ത് പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കാം. പിന്നെ ആക്ച്വലി കുറച്ചധികം എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയോ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ വേൾഡ് ഈസ് റെസ്പെക്ട്. ഇഫ് യു ഗിവ് റെസ്പെക്ട് ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞ് എൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നോക്കാം. പിന്നെ ഗൈസ്, ഞാൻ കുറച്ചധികം യൂട്യൂബിനെ പറ്റി കുറച്ച് എഴുതിയിട്ടുണ്ട്. ലെറ്റ്സ് ക്യാൻ റൈറ്റ്. യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് I start my YouTube journey on 10th February 2021. I post 17th April 2021 my first face reveal video. First, I start YouTube for editing videos. Then I put more voice and face videos. I start my YouTube channel. That time, 7 subscribers. On 7th May 2021, I got 100 subscribers. Then on 14th May 2021, I got 150 subscribers. Then on 21st May, I got 200 subscribers. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുറേ സ്ഥലം വിട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ അതിൽ കൊടുത്തേക്ക്. ഞാൻ പണ്ടൊരു Q&A ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഓർ ദാറ്റും. പിന്നെ നമ്മൾ കുറച്ച് പണ്ടൊക്കെ നമ്മൾ ഈ സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയ സ്കിറ്റ് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇനി എഴുതിക്കുന്ന ഒരു സ്കിറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എഴുതിയേക്കുന്ന സ്കിറ്റ് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ആക്ച്വലി എഴുത്തിന് കുറച്ചധികം ക്രേസ് ഉള്ളതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ അടുത്തൊക്കെ വല്ലതൊക്കെ കാണും ഇതേപോലെ നീ ചെയ്യുന്ന നിനക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞ് കർമ്മവിദ്യം അങ്ങനെ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതും. പിന്നെ നീയാം കടലെ താഴെ പറഞ്ഞ പാട്ട് എഴുതിയിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ എഴുതിയെന്ന് എനിക്കും അറിയില്ല. ഇത് നോക്കിയേ, നീയാൻ കടലെന്ന് താഴെ ഞാൻ അറിയാൻ പാട്ട് കഴിയും എന്തെങ്കിലും ഹൃദയം ഇനി ഞാനാണ് ലോകമേ പാത്രം. നീയാമിനെ നീ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. താഴെ ഹൃദയത്തിൽ ഞാനില് ഞാൻ, ലോകമേ പാത്രം മിഞ്ഞാത്ത ഹൃജ്ഞ ലോപ. ഇതെന്തിട്ടതായെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ തേങ്ങയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ കലാകാരിയായിട്ട് പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കുറേയൊക്കെ. പടവും എന്തൊക്കെയോ തേങ്ങൾ വരച്ചും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ
പിന്നെ അത്യാവശ്യം എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്താ വായിക്കാൻ പാടില്ലാത്ത എന്തോ തോന്നുന്നു, ഞാൻ ഒട്ടിച്ചൊക്കെ വെച്ചേക്കും എന്തോ. പിന്നെ ഇത് ഈ ഇടയ്ക്ക് ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഇട്ട ഒരു ഷോർട്സിനിട്ട ഒരു സ്കിൻ കെയറിൻ്റെ ഒരു കുഞ്ഞ് കണ്ടന്റ്. മീൻസ് നമ്മൾ പറയുന്ന ഫുള്ള് കണ്ടന്റ് എഴുതി വെക്കത്തില്ല, എന്തെങ്കിലും കീ പോയിന്റ്സ് എനിക്ക് തോന്നുന്നത് ഞാൻ അപ്പം എഴുതി വെക്കും. അപ്പം മീൻസ് ഇതിനോട് എല്ലാം പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. അത് എഴുതാനായിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ബുക്ക് എടുത്തത്. അല്ലാണ്ട് എനിക്ക് ബുക്കുള്ള കാര്യം പോയി ഇടയ്ക്ക് ഇത് നോക്കിയപ്പോഴാണ് ഈ ബുക്കുള്ള കാര്യം ഞാൻ ഓർത്തത്. പിന്നെ സ്റ്റോറീൻ്റെ എവിടേക്കോ ഒരു കുഞ്ഞ് പോർഷൻസ് ഒക്കെ എൻ്റെ വന്നു. പിന്നെ ഇത് ഞാൻ വരച്ചതാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല, ആര് വരച്ചതാണ്, ഞാനാണോ ഇതിൻ്റെ അനിയനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ആര് വരച്ചതാണ്. നല്ല രസമാണ് ഇതൊക്കെ ഇരുന്നിങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരു തെറ്റുള്ളൊരു കണ്ടന്റ് ഒന്നുമല്ല. സോ പിന്നെ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇത് പണ്ട് എഴുതിയൊരു വീഡിയോ ആണ്, പണ്ട് എഴുതിയൊരു ഡയറിയാണ്. പിന്നെ ABCD ഒക്കെ എഴുതിയിട്ടുണ്ട്, ലോബയിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് എനിക്കാണ് ഞാൻ എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെന്താണ്, പിന്നെന്തെങ്കിലും ഉണ്ടോ? ഒരു ലോക്ക്ഡൗൺ ഉണ്ടാക്കട്ടെ, ഇതൊക്കെ ഞാൻ എഴുതിയാണോ? ഇതൊക്കെ ഞാൻ എഴുതുവാണോ? എനിക്കൊന്നും എടുത്തില്ല. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നായിട്ട്. എന്തായത് ലക്ഷ്യം അയച്ച സ്റ്റോറി, ഞാൻ സ്വന്തമായിട്ട് എഴുതുന്ന സ്റ്റോറിയാണ്. സോ വെൽക്കം. ഞാൻ ആക്ച്വലി ഈ പേപ്പറിൽ എഴുതിയ സ്റ്റോറീസ് എല്ലാം കാണാണ്ടോ. ഞാൻ ഫസ്റ്റ് സ്റ്റോറി എഴുതി തുടങ്ങി ഇങ്ങനത്തെ പേപ്പറില്ല. ഈ പേപ്പറിൽ എഴുതി ഒറ്റ സ്റ്റോറി ഇപ്പം എൻ്റെ ഇല്ല. പിന്നെന്താണ്, പിന്നെ ബാക്ക് എന്തൊക്കെയോ വരച്ച് കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പണ്ട് ചാനൽസ് പ്രൊമോട്ട് ചെയ്യായിരുന്നു. അപ്പം നമ്മൾ ചാനൽസിൻ്റെ പേര് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ ചാനൽസ് ഞാൻ പ്രൊമോട്ട് ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് മീൻസ് കിട്ടുന്നത് 300 ആയോളം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് 300 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് എന്ന് തോന്നുന്നു. ഇതിൽ ആക്ച്വലി എല്ലാം ഒരാഴ്ച ഡിഫറൻസ് ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ, 50 സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, നമുക്ക് പെട്ടെന്നൊരു മണിക്ക് അടിക്കണം. ഓക്കെ, പിന്നെ ഇവിടേക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം എഴുതിയിട്ടുണ്ടെങ്കിലും പുറത്തെനിക്ക് കൊള്ളത്ത് കുറേയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സ്റ്റോറി ചെയ്യുന്ന പലതുള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏത് ബുക്ക് എടുത്താലും എൻ്റെ ഒരു സ്റ്റോറി അതിൻ്റെ അതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിങ്സ് ആണ്, അല്ലാണ്ട് ഒറ്റ ബുക്ക് പോകത്തില്ല. പിന്നെ കുറേ പടം വരച്ചിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനൊരു ബുക്ക് കിടന്നപ്പോൾ ആക്ച്വലി എനിക്ക് ഇപ്പോൾ ആലോചിക്കാൻ ഒരു ക്ലിഞ്ചൊക്കെ എനിക്ക് അടിക്കണമെന്നെങ്കിലും ആ സമയത്ത് എനിക്കിത് എന്തൊക്കെയോ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പലതും ക്ലിഞ്ചല്ലാന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്കൊന്ന് ലോങ് വീഡിയോസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിട്ടൊരു ചുമ്മാ ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വെച്ചാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കാരണം നമ്മളിപ്പോൾ 516 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 1K ഒക്കെ അടിക്കണ്ടേ. അപ്പം നിങ്ങളും കൂടെ ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. അപ്പം വെൽക്കം ടു മൈ ഫാമിലി. സോ ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇനി ലോങ് വീഡിയോ ആയിട്ട് വരാം. കാരണം പ്രത്യേകിച്ച് പണിയും തുറയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുവാണ്. അപ്പം ബൈ.